ബംഗാളിലെ മുടാവുന്നേ പോലെയുള്ള കമന്റുകൾ വരുമ്പോഴാണ് എന്റെ കക്ഷത്തിന് ഇത്രയും ഡിമാൻഡോ? എന്താണ് ഈ കക്ഷത്തിന്റെ പിന്നിലെ രഹസ്യം? കക്ഷം മാത്രമൊന്നുമല്ല കേട്ടോ, സകലതും. യൂറിൻ തുടങ്ങി നമ്മളിടുന്ന വേസ്റ്റ് ചെരുപ്പുണ്ടല്ലോ, അതുവരെ ഞാൻ ഇടുന്ന ഇന്നേഴ്സ് വരെ ആൾക്കാർ മേടിക്കാൻ സുഖ. എന്താ ചെയ്യാ? ഗതികെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികെട്ടത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അവസ്ഥയല്ല ഗതികെട്ടത് എന്ന് പറയാറുണ്ട്. എൻ്റെ ഭഗവാൻ, എന്തൊക്കെയാ ഈ സ്ത്രീ വിളിച്ച് കൂവുന്നത്? ഇവരെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവരുടെ കക്ഷം കാണാനും അതുപോലെ തന്നെ എൻ്റെ പൊന്ന് സഹോദരി നിങ്ങൾ കാണിക്കുന്നതുകൊണ്ടായിരിക്കില്ലേ ഇവന്മാരിങ്ങനെ ചോദിക്കുന്നത്. നിങ്ങൾ കാണിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞർമ്മന്മാരുണ്ടാകും. അവന്മാർ ഇങ്ങനെ പോലെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കും എന്ന് വിചാരിച്ചിട്ട് നാട്ടിലെ ആണുങ്ങൾ മുഴുവൻ അതുപോലെയാണെന്ന് എൻ്റെ പൊന്നു സഹോദരി വിചാരിക്കരുത്. അതായത് ചുരുക്കം ചിലത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് എഴുതുന്നത്, നിങ്ങളുടെ ഒരു വീഡിയോയിൽ വരുന്നൊരു കമൻറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 കമൻറ്റാണ്. ആ 200 കമൻറ്റിൽ എന്ന് പറഞ്ഞാൽ 180 പേരും ഒരാൾ തന്നെയാണ് അയക്കുന്നത്. ഈ 180 പേരിൽ 20 പേര്, അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 21 ആൾക്കാരാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കക്ഷം കാണാനും അതുപോലെ തന്നെ കാലിൻ്റെ അട കാണാനും പിന്നെ ഇവിടെ കാണാനും മൂത്രം കുടിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ഒരു ജനങ്ങളുമില്ല. എൻ്റെ പൊന്ന് സഹോദരി, എന്തിനാ ഇങ്ങനെ വന്നിട്ട് മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? കാണിച്ചോ കാണിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഉപജീവന മാർഗമാണ്. കാരണം പക്ഷേ കുറേ നാൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇവിടെ വന്നിട്ട് ആണുങ്ങൾ മുഴുവൻ മൂത്രം കുടിക്കാനും ഇത്. അപ്പോൾ ഇതിന് മുന്നേ ആണുങ്ങൾ നിങ്ങളെ കാണുന്നതിന് മുമ്പേ ആണുങ്ങൾ എന്താ ഉച്ചിട്ട് ജീവിച്ചവരാണോ? സംശയമാണ്. അതായത് ആണുങ്ങൾ എന്താ ഇത് കിട്ടാണ്ട് ഇങ്ങനെ ദാഹിച്ച് വളഞ്ഞിരിക്കുകയാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ വെറുതെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ എന്നാൽ പിന്നെ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നീ നശിക്കട്ടാ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. അതായത് ഞാൻ കാണിക്കുന്നത് മറ്റേവന്മാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഞരമ്പന്മാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ്. ഉളുപ്പുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഉളുപ്പുണ്ടോയെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ല. കാരണം എന്താ പറയുക, ഉളുപ്പ് ഇല്ലാത്തവർ കൂടി അപമാനമാണെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണിച്ചതും പോരാ, ഇതൊക്കെ ചെയ്തതും പോരാ, എന്നിട്ട് വന്നിട്ട് ഇതുപോലെയുള്ള ഒരുത്തൻ്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് ആൾക്കാർക്ക് ആയം കഴിയാൻ ആൾക്കാർക്ക് ആയം കഴിയാൻ ആൾക്കാർക്ക്. എന്തൊരു അപമാനമല്ലടോ ഇത്, അപമാനമാണ് നടന്ന് ഉള്ള കാര്യം പറയാം. ഇതിന് ഞാൻ എന്താ പറയേണ്ടത്? അയ്യോ, ഇതിനൊന്നും ആൾക്കാരൊന്നുമില്ല, ബന്ധുക്കളൊന്നുമില്ല. അതാ ഞാൻ ആലോചിക്കുന്നതായിരുന്നു. എന്താ ഇത് കാണിക്കുന്നതോ കാണിച്ച് ഇതെന്തിനാണ് വിളിച്ചു പറയുന്നത്? ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയേണ്ടത്, മറ്റേ ഏതൊരു സിനിമയിൽ ജഗതി മറ്റേ വെടിവെക്കാൻ വേണ്ടിയിട്ട് 2 പിടയെ ചെറിയ പിടയെ 3 പിടയെ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയില്ല ഇത്. മറ്റേ നമ്മളെ മീശ മാധവൻ്റെ അകത്ത് ആ മറ്റേ ഇത് വെടിവഴിപാട് വിളിച്ചു പറയുന്നില്ലേ, അതേപോലെയാണ് ഇതിപ്പോഴും നാട്ടുകാരെ മുഴുവൻ അറിയിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ കമൻറ്റ് എഴുതിയോനും വായിച്ചോനും നിങ്ങൾക്കും അയച്ച് നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുക, എൻ്റെ കമൻറ്റ് കണ്ടോന്ന് എൻ്റെ വീട്ടിലൊരു പാർട്ടിയൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് അവിടെ കിടന്ന് ആഘോഷിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ കാണുന്ന ഇൻ്റർവ്യൂവിൽ മുഴുവൻ വന്നിട്ട് എൻ്റെ മൂത്രം ആവശ്യപ്പെട്ടെ, എൻ്റെ മൂത്രം എൻ്റെ കക്ഷ ആവശ്യപ്പെട്ടെ, എൻ്റെ തൊട ആവശ്യപ്പെട്ടെ, എൻ്റെ ഇത് ആവശ്യപ്പെട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തോന്നടേ ഇത്? വളരെ മോശമായിട്ടുള്ള വർത്താനം, വളരെ മോശമായിട്ടുള്ള വർത്താനം. ഈ സ്ത്രീ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അഭിമാനത്തോടു കൂടി, അതായത് ഭയങ്കര അഭിമാനകരമായിട്ടാണ് ഈ സ്ത്രീ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ്? നിങ്ങൾ ഇതുപോലെയുള്ള ഈ പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ഫോട്ടോസും കാണിച്ച് ഇങ്ങനെ ഇട്ടിട്ടല്ലേ എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ ആരും ഇട്ടില്ലെങ്കിൽ ആർക്കും ചോദിക്കോ? ഒരാൾ പോലും ചോദിക്കത്തില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നത് കേൾക്കുമ്പോൾ സകല ആണുങ്ങൾ എന്താ മൂത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചവരാ? ഇതെല്ലാവരും പോയിട്ട് മൂത്രം അന്വേഷിക്കുന്നില്ല. ഇനി അങ്ങനെ വേണ്ടവൻ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പറയുക, ചേട്ടാ ഇങ്ങോട്ട് വന്നോളൂ, ഞാൻ മൂത്രം തരാമെന്ന് പറയാ, അങ്ങനെ കൊടുത്തോളൂ. അത് അവിടെ തീർന്നില്ല. അല്ലാതെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് എൻ്റെ മൂത്രം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എൻ്റെ കക്ഷം ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ കൊണ്ട്? ഇതിനെ കൊണ്ട് നിങ്ങൾ ഏത് സമൂഹത്തെയാണ് നന്നാക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഏത് സമൂഹത്തെയാണ് നിങ്ങൾ എന്താ പറയുക, ഞാൻ ചെയ്യുന്ന ഡീസൻറ്റ് പരിപാടിയാണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ മൂത്രം വിറ്റോ, എന്ത് വേണമെങ്കിൽ വിറ്റോ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് പറയുമ്പോഴില്ല, ഇത് എത്ര ആൾക്കാർ കേൾക്കുന്നതാണ്, ഇത് എത്രമാത്രം ആൾക്കാരെ എന്താ പറയേണ്ടത്? ചിലപ്പോഴെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ കാണുമ്പോഴായിരിക്കും എൻ്റെ മാത്രം ചോദിച്ചു, എൻ്റെ കക്ഷം ചോദിച്ചു എന്നൊക്കെ വരുന്നത്. വളരെ മോശമായ കാര്യം തന്നെയല്ലേ ഇത്? അല്ല, നിങ്ങൾക്കോ നിങ്ങളുടെ പിന്നെ എന്താ പറയേണ്ടത് ആർക്കും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നാട്ടുകാരെങ്കിലും ഒന്ന് പരിഗണിക്കണ്ടേ? ഇതൊക്കെ കാണുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാരെങ്കിലും പരിഗണിക്കണ്ടേ? എന്നിട്ട് ഇവർ പറയുകയാണ് ഭയങ്കരമായിട്ട് എന്തോ ഒരു അഭിമാനം പോലെ, അല്ലെങ്കിൽ ഇതെൻ്റെ അവകാശം പോലെ, അല്ലെങ്കിൽ ഇതാണ് ലോകത്ത് നടക്കുന്നത് എന്നുപോലെ. എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങളെ കക്ഷാരും ചോദിച്ചിട്ടുമില്ല, നിങ്ങളെ മൂത്രം പോലും ആരും ചോദിച്ചിട്ടുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ മാർക്കറ്റിംഗ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നെന്ന് പറഞ്ഞാൽ നാട്ടുകാരിലേക്ക് എത്തിക്കണം. ഞാൻ മാത്രമല്ലടാ പിഴ, നാട്ടുകാരും പിഴയാടാ എന്ന് പറയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ് ഈ ഒരു തട്ടിക്കൂട്ട് പരിപാടി. അല്ലാതെ വേറെ ഒന്നും അല്ല. നിങ്ങളോട് ആരാ മൂത്രം ചോദിച്ചത്? ആ ഏതെങ്കിലും ഒരുത്തൻ്റെ തെളിവ് സഹിതം നിങ്ങൾക്കൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? വിളിക്കുന്ന ഏതോ ഞങ്ങളോട് മൂത്രം ചോദിച്ചത്? ഏതോ ഒരുത്തൻ. അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു കമൻറ്റ്,
നിങ്ങളെ തന്നെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടിട്ട് ഒരു കമൻറ്റ്, ആ കമൻറ്റ് പൊക്കി പിടിച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് അരി വീണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചോദിക്കുന്ന ആകെ നിങ്ങളോട് പറഞ്ഞ ഒരു ഇത് മാത്രം, നിൻ്റെ മൂത്രം കുടിക്കാൻ എനിക്ക് കൊതിയാണ്, ആ വേണ്ടവൻ അങ്ങ് കൊടുക്കുക. അതന്നെ, അതിനീട് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം അതാരാ കമൻറ്റ് ഇട്ടിനെന്ന്. അതുപോലെ തന്നെ കഷ്ടം ചോദിച്ചത് ആരാന്നറിയാം. കാരണം ഇത്രയും ദാരിദ്ര്യം പിടിച്ച മലയാളികളുണ്ടോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ആണുങ്ങളെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണഗുണാഞ്ചന്മാർ ആക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തത്. അതായത് നിങ്ങളെ ഇത് കാണുമ്പോഴേക്കും തന്നെ മൂത്രം കുടിക്കാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്കാർ, അവന് വേണമെങ്കിൽ എന്താ മറ്റേ കക്കൂസ് ടാങ്കിൻ്റെ അടുക്ക പോയി നിന്നാൽ പോരെ. അങ്ങനെ മൂത്രം കുടിക്കണം എന്നുള്ളവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടാവില്ലേ കക്കൂസ് ടാങ്ക്, അവിടെ പോയിട്ട് മലർന്ന് കിടന്ന് ഇങ്ങനെ ഇരുന്നാൽ പോരെ, ഇഷ്ടംപോലെ മൂത്രം കിട്ടത്തില്ലേ. അല്ല പിന്നെ ഇവിടെ വന്നിട്ട് മൂത്രം കുടിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അയ്യോ പൊക്കമ്പിലേക്ക് അത് കാണിക്കില്ല, എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു. അതായത് തല ചീകുമ്പോൾ കക്ഷം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പറയുമ്പോൾ അയ്യോ ചേച്ചി ചീകല്ലേ, ഇതല്ലടോ ഇത് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇമാതിരി കോപ്രായം കാണിക്കുന്നുണ്ടല്ലേ ചോദിക്കുന്നത്. നിങ്ങൾക്ക് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് തല ചീകുക? നമ്മളൊക്കെ കണ്ണാടീൻ്റെ മുന്നിൽ പോയി, അല്ലാതെ നമ്മൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പിന്നെ തല ചീകുമ്പോഴോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ അപ്പീടായിരിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് നോക്കുമോ? അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കാണാനും ആൾക്കാരുണ്ടാവും, അത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടോയ്ലറ്റിൽ വരെ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാലും കാണാൻ ആൾക്കാരുണ്ടാവും. ശരിയാണ്, അതിൻ്റെ അടിയിൽ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേക്ക് അടിയിൽ വന്നിട്ട് ഒരു കമൻറ്റ് വിടാം, കുറച്ച് അപ്പി തരുമോയെന്ന്. അതും നിങ്ങൾക്കൊരു കമൻറ്റ്, ഒരു കണ്ടൻറ്റാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 4-5 കൊല്ലം കൂടി പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതൊന്നുമല്ല. അതായത് ഇവർക്ക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒന്ന് ഡൗൺ ആയി എന്ന് തോന്നും, ഒന്ന് കയറി വരണം, അതുമാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ സ്ഥാപിക്കണം. ഞാൻ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചിട്ട് എന്നെക്കാട്ടിയും ഭയങ്കരമായിട്ടുള്ള ചെറ്റകളാണ് ഇവന്മാർ, ഇവറ്റകളാണ് ഇത് കാണേണ്ട ആവശ്യങ്ങൾ, ഞാനിത് അറിയാതെ കാണിച്ചു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവകാശവാദം വേണം. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതിൻ്റെ അകത്തൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോഴും ചേച്ചിക്ക് ചിലപ്പോഴും ആ പഴയകാല വീഡിയോസ് എന്നൊക്കെ ഒന്ന് പുറകോട്ട് പോകണമെന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാലോ, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ചോദിക്കാനും പറയാനോ അല്ലെങ്കിൽ ഇതിനൊന്നും ഒരാളും വരില്ല എന്നും ഇവർക്കറിയാം. കാരണം എന്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും ചോദിക്കാനൊന്നും ഉണ്ടാവില്ല, കുറച്ച് ദിവസം ഇങ്ങനെ ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം മുങ്ങിയവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പിന്നെ വലിയ കുഴപ്പമൊന്നുമല്ല. അതായത് നമ്മൾ അരിയോളം ഈ കഴുത്തോളം വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്, പിന്നെ ഇത്രോളം വെള്ളം കൂടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഈ മക്കളായിരിക്കും പറഞ്ഞത്. അതിപ്പൊന്നും തോന്നൂല, അതിപ്പോഴൊന്നും തോന്നൂലായിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് ഇതൊരു കരിനിഴലായിട്ട് ഇങ്ങനെ വരുവായിരുന്നു, ഈ സംഗതികൾ ഇങ്ങനെ വരുവായിരുന്നു. അപ്പോഴാണ് അവർ ചില തീരുമാനങ്ങൾ എടുക്കുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ ജീവിത പരാജയം തുടങ്ങുന്നത്. അന്ന് നിങ്ങൾ വിചാരിക്കും അയ്യോ ഞങ്ങൾ ജീവിച്ചതല്ലല്ലോ ജീവിതം, ഈശ്വര ഞാൻ അന്ന് കൊടുത്ത ഇൻ്റർവ്യൂകൾ അതന്ന് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോഴും പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും. നിങ്ങളുടെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇല്ലാതാക്കി തരണേന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും ഭഗവാനോട്. കാരണം എന്താ അറിയാം, അത്രയും വലിയ പ്രശ്നമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വരിക. ഇപ്പോഴും നിങ്ങളെല്ലാം പറയും എൻ്റെ മക്കൾ ഇത്ര ഇതിൽ പഠിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല, അല്ലെ മറ്റവർ പഠിക്കുക കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഒരു ജീവിത കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഇനി മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുണ്ട് അവരൊക്കെ. അവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധം വരും, പലതരത്തിലുള്ള സുഹൃത്തുക്കളുണ്ടാകും, പിന്നെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുണ്ടാകും. അവരുടെ മുന്നിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നറിയാം. ഇതാണ് സ്ഥിതി ഉണ്ടാവുക. അതായത് തല കുനിഞ്ഞ് നിൽക്കേണ്ടി വരുവാണെന്ന്, ഓരോ ചോദ്യങ്ങളിലും കണ്ടില്ല എന്ന് അടിക്കേണ്ടി വരും. അതാണ് നിങ്ങൾ പറയുന്നത്. പണ്ട് മമ്മൂട്ടിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MD വാസുദേവൻ നായരുടെ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ സിനിമയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം, മമ്മൂട്ടിയുടെ ജ്യേഷ്ഠത്തെയാണ് ശുഭ എന്ന് പറയുന്ന നടി. അങ്ങനെ ശുഭ, അതായത് മമ്മൂട്ടിൻ്റെ ജ്യേഷ്ഠത്തി, പിന്നെ ബാലങ്കേ നായരുടെ മക്കളാണ്. ബാലങ്കേ നായരുടെ എന്ന് പറഞ്ഞ ഒരു പിന്നെ എന്താ പറയേണ്ട ഒരു മാഷാണ്, സ്കൂൾ മാഷാണ്, ജനങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു മാഷാണ്. ആ ബാലമാഷിൻ്റെ മക്കളാണ് ഇവരൊക്കെ. അപ്പം അങ്ങനെ ഈ ബാലമാഷ് മരിക്കുമ്പോഴാണ് ഇവരൊക്കെ വീട്ടിൽ വരുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ ചേച്ചിയോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബുകളിലുള്ള കുടിയും കൂത്താട്ടങ്ങളൊക്കെ ആരും അറിയില്ലെന്ന് വേണ്ട, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ ഒരു ആഭാസം വന്നിട്ട് പറയുകയാണ്, ഇന്ന പോലെ വർണ്ണിച്ച് പറയുകയാണ്. അപ്പോൾ ഈ ആഭാസൻ അറിയില്ല പിന്നെ ഈ സ്ത്രീയുടെ ആങ്ങളെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെയാണ് പല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും പോയി പറയുമ്പോൾ ഇത് കേൾക്കുന്നത് ചിലപ്പോൾ മക്കളായിരിക്കാം, ഇല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തല കുനിഞ്ഞിങ്ങനെ നിൽക്കേണ്ടി വരും. പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും, പൈസ ജബർ പോലെ ആയിരിക്കും നടന്നത്. ഞാൻ പറഞ്ഞില്ല, ലോൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരൊക്കെ ആയിരുന്നു. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മാർക്കറ്റിലെ ഇതാണായിരുന്നു. എവിടെ വേണമെങ്കിലും വിറ്റ് കഴിഞ്ഞാലും മാർക്കറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം നാളെ മലയാളികളെല്ലാവരും മൂത്രം കൊണ്ട് പോയേക്കല്ലേ എൻ്റെ ഈശ്വര. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇനി ആർക്കെങ്കിലും അത്യാവശ്യം മൂത്രം വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വേറെ എവിടെയെങ്കിലും നോക്കുക. കാരണം എന്താ വെച്ചാൽ നല്ല മധുരമുള്ള മൂത്രങ്ങളും കിട്ടുമോ. അതാ പറയുന്നത്. ബൈ ബൈ.
ഭഗവാനെ കാത്തു രക്ഷിക്കണേ ഈശ്വര. ഹൈപ്പ് ചെയ്യാൻ മറന്ന പോലെ